morning. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇന്ന് സാറ്റർഡേ April 6. ഫ്രണ്ട് പേജിലെ മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് ലക്ഷ്മി വിലാസ് ബാങ്ക് എന്ന് പറഞ്ഞൊരു പ്രമുഖമായ ബാങ്ക് ഉണ്ട്. ചെന്നൈയാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ലക്ഷ്മി വിലാസ് ബാങ്കിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയായ ഇന്ത്യ ബുൾസുമായിട്ട് മെർജ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോ ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസ് IBHF എന്നൊരു കമ്പനിയുണ്ട്. HDFC ഹൗസിംഗ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കഴിഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയാണ് ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനി. ആ കമ്പനിയോട് മെർജ് ചെയ്യാൻ തീരുമാനിച്ചു ലക്ഷ്മി വിലാസ് ബാങ്കിന്. അത് വളരെ വലിയൊരു ന്യൂസ് ആണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് നമുക്ക് അകത്തെ പേജിലുണ്ട്, അവിടേക്ക് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്തായാലും അത് അറിഞ്ഞിരിക്കും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നീട് വേൾഡിലെ റിച്ചസ്റ്റ് മാൻ ആയ ജെഫ്, അതില് എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റൻ എന്ന് പറയാൻ പെട്ടെന്ന് കണ്ടപ്പോ പറയുന്നു, അതിൽ കൗതുകം ഉള്ളതുകൊണ്ട്. വേൾഡിലെ റിച്ചസ്റ്റ് മാൻ ആയ ജെഫ് ബിസോസ്, ആമസോണിന്റെ ഫൗണ്ടർ, അദ്ദേഹത്തിന്റെ വൈഫും തമ്മിൽ ഡിവോഴ്സ് ആയി. മക്കിൻസി എന്നാണ് വൈഫിന്റെ പേര്, MACKENZIE. അത് ഞാൻ പറഞ്ഞു, അത് എഴുതിയെടുക്കുന്ന പഠിക്കേണ്ട ഒരു കാര്യമല്ല, ഒരു കൗതുകം അതിലുണ്ട്, അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. മക്കിൻസി എന്നാണ് അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേര്. വൈഫിന് ആമസോണിൽ ഒരു വലിയ വിഭാഗം ഷെയർസ് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ഡിവോഴ്സ് ചെയ്തത്. അങ്ങനെ ഡിവോഴ്സ് വഴി ആമസോണിന്റെ ഫൗണ്ടർ ജെഫ് ബിസോസിന്റെ വൈഫ് വേൾഡില് 4th റിച്ചസ്റ്റ് വുമൻ ആയിട്ട് മാറി. എന്ന് വെച്ചാൽ അവർക്ക് ഏകദേശം $36 ബില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 2,50,000 കോടിയോളം രൂപ, 2.5 lakhs crores ഇന്ത്യൻ റുപ്പീസ് കൊടുത്തു, അല്ലെങ്കിൽ $36 ബില്യൺ കൊടുത്ത ഡിവോഴ്സ് ചെയ്തത്. ഹിസ്റ്ററിയിൽ ഏറ്റവും വലിയ പിന്നീട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഡിവോഴ്സ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അങ്ങനെ ഒരു എക്സാം ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയില്ല, പറഞ്ഞു വന്നേ ഉള്ളൂ. അവര് വേൾഡിലെ 4th റിച്ചസ്റ്റ് വുമൻ ആയിട്ട് മാറിയത് വഴി, ഈ ഡിവോഴ്സ് വഴി. അതായത് ഡിവോഴ്സ് വഴി പണക്കാരിയായ വനിതയാണ് മക്കിൻസി, ആമസോണിന്റെ ഫൗണ്ടർ ജെഫ് ബിസോസിന്റെ വൈഫ്. അതുപോലെ ബുണ്ടസ് ലീഗ ട്രോഫിയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ബുണ്ടസ് ലീഗ ട്രോഫി, BUNDESLIGA, ബുണ്ടസ് ലീഗ ജർമ്മൻ ഫുട്ബോൾ ലീഗാണ്. ജർമ്മൻ ഫുട്ബോൾ ലീഗിലെ ചാമ്പ്യന്മാർക്ക് കൊടുക്കുന്ന ട്രോഫിയാണ് ബുണ്ടസ് ലീഗ ട്രോഫി. അത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ബയൺ മ്യൂണിച്ചിന്റെ കയ്യിലാണ്. ഇപ്രാവശ്യം അവർക്ക് ശക്തമായ വെല്ലുവിളി ഉണ്ട് എതിരാളികളിൽ നിന്ന്. ബയൺ മ്യൂണിച്ച് ആണ് ജർമ്മനിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ക്ലബ്, BAYERN, ബയൺ മ്യൂണിച്ച്, MUNICH. അതുപോലെ വേൾഡിൽ ഏറ്റവും മികച്ച 3-4 ഗോൾഫ് പ്ലേയേഴ്സിന്റെ ഫോട്ടോയും അവരുടെ റാങ്കും ഒക്കെ ഇന്നത്തെ ഹിന്ദുവിലുണ്ട്. വേൾഡിലെ നമ്പർ 1 ഗോൾഫ് പ്ലെയർ ഡസ്റ്റിൻ ജോൺസൺ ആണ്, DUSTIN, ഡസ്റ്റിൻ ജോൺസൺ നമ്പർ 1. നമ്പർ 2 ഗോൾഫ് പ്ലെയർ ജസ്റ്റിൻ റോസ് ആണ്, JUSTIN, ജസ്റ്റിൻ റോസ്, നമ്പർ 2 ഗോൾഫ് പ്ലെയർ ജസ്റ്റിൻ റോസ്. നമ്പർ 3 ഗോൾഫ് പ്ലെയറിന്റെ പേരും അതിലുണ്ട്, റോറി മക്കിലോറി, RORY, റോറി മക്കിലോറി, MCILORY, റോറി മക്കിലോറിയാണ് വേൾഡിലെ നമ്പർ 3 ഗോൾഫ് പ്ലെയർ. അതുപോലെ ബ്രൂക്സ് കൊയപ്ക, BROOKS, ബ്രൂക്സ് കൊയപ്ക, KOEPKA, ബ്രൂക്സ് കൊയപ്കയാണ് വേൾഡിലെ 4th റാങ്ക്ഡ് ഗോൾഫ് പ്ലെയർ. ഇപ്പൊ 1st, 2nd, 3rd, 4th ഗോൾഫ് പ്ലെയേഴ്സിന്റെ പേരും ഫോട്ടോയും ഒക്കെ ഇന്നത്തെ ഹിന്ദുവിലുണ്ട്. അത് കഴിഞ്ഞ് നോക്കുമ്പോ രഞ്ജി ട്രോഫിയിലെ ചാമ്പ്യന്മാര് വിദർഭ, അവരെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. രഞ്ജി ട്രോഫിയിലെ ചാമ്പ്യന്മാര് വിദർഭയാണ്, അത് ഞാൻ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ ഡേവിസ് കപ്പിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഡേവിസ് കപ്പ് ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ആണ്, മെയിൽ ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ആണ് ഡേവിസ് കപ്പ്, അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അതുപോലെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഏഷ്യ കപ്പ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഏഷ്യ കപ്പ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് യോക്കോഹാമയിൽ വെച്ചാണ് നടക്കുന്നത്. യോക്കോഹാമ, YOKOHAMA, യോക്കോഹാമയിൽ വെച്ചാണ് ഏഷ്യ കപ്പ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. യോക്കോഹാമയിൽ വെച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്ന ഏഷ്യ കപ്പ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ 3 ഏറ്റവും മികച്ച പ്ലെയേഴ്സും പുറത്തായി. പുരുഷ വിഭാഗത്തിൽ ശരത് കമൽ, സത്യൻ, അവർ രണ്ടുപേരും. വനിതാ വിഭാഗത്തിൽ മനിക ബത്ര, ഇവരിത്രയാണ് ഇന്ത്യയുടെ മുൻനിര ടേബിൾ ടെന്നീസ് പ്ലെയർ. അവരെല്ലാവരും പുറത്തായിരിക്കുകയാണ്. അത് എക്സ്പെക്ടഡ് തന്നെയാണ്, കാരണം ടേബിൾ ടെന്നീസിലൊന്നും ഇന്ത്യക്ക് യാതൊരു പ്രതീക്ഷയില്ല. കാരണം ടേബിൾ ടെന്നീസിലെ ലോക ശക്തികൾ ഏഷ്യക്കാരാണ്, ചൈനക്കാരാണ്. അപ്പൊ പിന്നെ ഏഷ്യ കപ്പിലും അവരുടെ ഡോമിനൻസ് ആയിരിക്കും. അത് കഴിഞ്ഞ് ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ നമുക്ക് എഴുതിയെടുക്കാനുള്ള ഏറ്റവും വലിയ ന്യൂസ് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ലക്ഷ്മി വിലാസ് ബാങ്ക് എന്ന് പറയുന്ന ചെന്നൈ ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് അതില് മെർജ് ചെയ്യാൻ പോകുന്നു.
ആ മെർജ് ചെയ്ത എന്റിറ്റിയുടെ പേര് ഇങ്ങനെയായിരിക്കും, ഇന്ത്യ ബുൾസ് ലക്ഷ്മി വിലാസ് ബാങ്ക് എന്നായിരിക്കും. ഇന്ത്യ ബുൾസ് ലക്ഷ്മി വിലാസ് ബാങ്ക് എന്നായിരിക്കും മെർജ് ചെയ്തതിനു ശേഷം ഈ മെർജ്ഡ് എന്റിറ്റിയുടെ പേര്, ഇന്ത്യ ബുൾസ് ലക്ഷ്മി വിലാസ് ബാങ്ക്. ഇന്ത്യയുടെ സെക്കൻഡ് ലാർജസ്റ്റ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയാണ് ഇന്ത്യ ബുൾസ് എന്ന് പറഞ്ഞ സ്ഥാപനം. HDFC ആണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഹൗസിംഗ് ഫിനാൻസ് കമ്പനി. ഇന്ത്യ ബുൾസിന്റെ ഫൗണ്ടറും അതിന്റെ ചെയർമാനും ആരാണെന്ന് അറിഞ്ഞിരിക്കണം, സമീർ ഗെലോട്ട് ആണ്. സമീർ ഗെലോട്ട്, GHLAUT, സമീർ ഗെലോട്ട് ആണ് ഇന്ത്യ ബുൾസിന്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ. ഇന്ത്യ ബുൾസിന്റെ മാനേജിംഗ് ഡയറക്ടറും അതിന്റെ വൈസ് ചെയർമാനും ഗഗൻ ബംഗയാണ്. ഗഗൻ, GAGAN, ഗഗൻ ബംഗ, BANGA, ഗഗൻ ബംഗയാണ് ഇന്ത്യ ബുൾസിന്റെ വൈസ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. അതുപോലെ നാസ്കോം, സോഫ്റ്റ്വെയർ കമ്പനികളുടെ കൂട്ടായ്മ നാസ്കോം, NASSCOM, നാസ്കോമിന്റെ എക്സ്പാൻഷൻ നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് കമ്പനീസ് എന്നാണ്. നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് കമ്പനീസ്, നാസ്കോം, NASSCOM. അതിന്റെ പുതിയ ചെയർമാനായിട്ട് കേശവ് മുരുകേഷിനെ അപ്പോയിന്റ് ചെയ്തു. കേശവ് മുരുകേഷ്, KESHAV, കേശവ് മുരുകേഷ് ആണ് പുതിയ നാസ്കോം ചെയർമാൻ. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രി ബോഡിയായ CII, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, CII, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ ബോഡി. അതിന്റെ ചീഫ്, അതിന്റെ ഹെഡ് ഇത്രയും കാലം രാകേഷ് മിത്തൽ ആയിരുന്നു. പക്ഷെ അദ്ദേഹം മാറി പുതിയ ചീഫായി, പുതിയ പ്രസിഡന്റായി അത് വിക്രം കിർലോസ്കർ ആണ്. കിർലോസ്കർ എന്ന് പറഞ്ഞ കമ്പനി എല്ലാവരും കേട്ടിട്ടുണ്ട്. കിർലോസ്കറിന്റെ ഹെഡായ വിക്രം കിർലോസ്കർ ആണ് പുതിയ CII, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ ചീഫ് എന്ന് പറയുന്ന, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ പുതിയ പ്രസിഡന്റ്. അതുപോലെ വേൾഡ് ബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് അപ്പോയിന്റ് ആയി. ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് പോയിന്റ്സ് ആണ് ഇന്നത്തെ പത്രത്തിലുള്ള പല കാര്യങ്ങളും. ഡേവിഡ് മാൽപാസ്, MALPASS, അമേരിക്കക്കാരനായ ഡേവിഡ് മാൽപാസ്, MALPASS, അദ്ദേഹമാണ് പുതിയ വേൾഡ് ബാങ്ക് ചീഫ്. വിക്കിലീക്സിന്റെ ഫൗണ്ടർ പേരുണ്ട്. വിക്കിലീക്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. വിക്കിപീഡിയ എന്ന് പറയുന്ന പോലെ വേറൊരു വെബ്സൈറ്റ് ആണ് വിക്കിലീക്സ്. അത് ലോകത്തിലെ പല രഹസ്യങ്ങളും ലീക്ക് ചെയ്ത ഒരു വെബ്സൈറ്റ് ആണ്. അതുകൊണ്ടാണ് വിക്കിലീക്സിന്റെ പേര്. അതിന്റെ ഫൗണ്ടർ ജൂലിയൻ അസാഞ്ച് ആണ്. JULIAN, ജൂലിയൻ അസാഞ്ച്, ASSANG. അതുപോലെ നിതി ആയോഗിന്റെ വൈസ് ചെയർമാന്റെ പേരാണ്. നിതി ആയോഗിന്റെ വൈസ് ചെയർമാൻ രാജീവ് കുമാർ ആണ്. നിതി ആയോഗിന്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആണ്. നിതി ആയോഗിന്റെ വൈസ് ചെയർമാൻ രാജീവ് കുമാർ ആണ്. അതുപോലെ ഇന്ത്യയിൽ നടന്ന ഒരു അഴിമതി കേസാണ് ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ് എന്ന് പറയുന്നത്, AGUSTA, ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന ഹെലികോപ്റ്റർ കമ്പനിയിൽ നിന്ന് ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റേഴ്സ് ഇന്ത്യയിലെ VVIPസിന് സഞ്ചരിക്കാൻ വേണ്ടി വാങ്ങാൻ തീരുമാനിച്ചാൽ അഴിമതി നടന്നു എന്നുള്ളതാണ് ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ അഴിമതി കേസ് എന്ന് പറയുന്നത്. അത് ഇറ്റാലിയൻ ഹെലികോപ്റ്റർ മേക്കറാണ് ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ്. അതുപോലെ അമേരിക്കയുടെ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് F-16. അമേരിക്കയുടെ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് F-16. പിന്നീട് എഡിറ്റോറിയൽ കൺട്രി ബിഫോർ പാർട്ടി എന്നുള്ളതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. അതെന്ന് പറഞ്ഞാൽ ബ്രിട്ടനില് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ തെരേസ മെയ് ചില കോംപ്രമൈസുകൾക്ക് തയ്യാറായി. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ തെരേസ മെയ്യുടെ ബ്രെക്സിറ്റ് ഡീൽ അപ്പാടെ അംഗീകരിക്കാൻ അവിടുത്തെ പാർലമെന്റ് കൂട്ടാക്കിയില്ല. അപ്പൊ അതിനനുസരിച്ച് കുറെ ഫ്ലെക്സിബിലിറ്റി തെരേസ മെയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ബ്രെക്സിറ്റ് ഡീൽ, ബ്രിട്ടന്റെ എക്സിറ്റ് ഫ്രം യൂറോപ്യൻ യൂണിയനാണ് ബ്രെക്സിറ്റ് ഡീൽ എന്നറിയപ്പെടുന്ന ബ്രെക്സിറ്റ് ഡീൽ റീവർക്ക് ചെയ്യാണ്. അത് ജൂണോടുകൂടി മിക്കവാറും ബ്രെക്സിറ്റ് നടക്കുന്ന രീതിയിൽ അവർ പ്ലാൻസ് വീണ്ടും റീവർക്ക് ചെയ്യാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് കൺട്രി ബിഫോർ പാർട്ടി എന്ന് പറയുന്ന എഡിറ്റോറിയല്. രണ്ടാമത്തെ പ്രോബിംഗ് ദ പ്രോബ് എന്നാണ്. പ്രോബിംഗ് ദ പ്രോബ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് എഡിറ്റോറിയൽ ഒന്നുമല്ല. ജയലളിതയുടെ ഡെത്തിനെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു കമ്മീഷൻ ഉണ്ട്, അറുമുഖ സ്വാമി കമ്മീഷൻ എന്നാണ് അതിന്റെ പേര്. അറുമുഖ സ്വാമി കമ്മീഷൻ. അപ്പൊ ആ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അതിനെ കുറിച്ചൊക്കെയാണ് സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. പിന്നീട് യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ്, യൂറോപ്യൻ യൂണിയനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. യൂറോപ്യൻ കൗൺസിലും യൂറോപ്യൻ കമ്മീഷനും. യൂറോപ്യൻ കൗൺസിൽ ആൻഡ് യൂറോപ്യൻ കമ്മീഷൻ. യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ടസ്ക്. യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ടസ്ക് ആണ്. TUSK. യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ജീൻ ക്ലോഡി ജങ്കർ ആണ്. JEAN, ജീൻ ക്ലോഡി, CLAUDE, ക്ലോഡി ജങ്കർ, JUNCKER, ജീൻ ക്ലോഡി ജങ്കർ, യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ്. പിന്നെ ഇലക്ട്രൽ ബോണ്ട്സിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഇലക്ട്രൽ ബോണ്ട്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടീസിന് സംഭാവന കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ട്രാൻസ്പെറന്റ് മെക്കാനിസം എന്ന് ഗവൺമെന്റ് അവകാശപ്പെടുന്ന സംവിധാനമാണ് ഇലക്ട്രൽ ബോണ്ട്സ് എന്ന് പറയുന്നത്. അത് ബോണ്ടുകളാണ്. അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെസിഗ്നേറ്റഡ് ബ്രാഞ്ചസിൽ നിന്ന് മാത്രമേ ആ ബോണ്ടുകൾ വാങ്ങാൻ പറ്റൂ. നമുക്ക് ഇഷ്ടപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടീസിന് ഫണ്ട് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് വിവിധ വിലകളിലുള്ള ബോണ്ടുകൾ നമുക്ക് SBIയുടെ ബ്രാഞ്ചുകളിൽ നിന്ന് കിട്ടും. അത് വാങ്ങി നമുക്ക് ഇഷ്ടമുള്ള പാർട്ടിക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പം
ഇലക്ഷൻ ഫണ്ടിങ് സുതാര്യമാക്കാൻ, ട്രാൻസ്പെറന്റ് ആക്കാനെന്നാണ് ഗവൺമെന്റ് പറയുന്നത് ഇലക്ട്രൽ ബോണ്ട്. അതുപോലെ നാഷണൽ ഹെറാൾഡ് എന്ന് പറഞ്ഞൊരു പത്രമുണ്ട്, കോൺഗ്രസിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പത്രമാണ്. ആ പത്രം തുടങ്ങിയതായിരുന്നുള്ളതാണ് എന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പത്രം തുടങ്ങിയത് ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയ ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയ ജവഹർലാൽ നെഹ്റു തുടങ്ങിയ പത്രമാണ് നാഷണൽ ഹെറാൾഡ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഴിമതി കേസൊക്കെ ഇപ്പോൾ ഉണ്ട് നാഷണൽ ഹെറാൾഡുമായിട്ട് ബന്ധപ്പെട്ട്. ഇത്രയാണ് ഇന്നത്തെ പത്രത്തിൽ നമുക്ക് എഴുതിയെടുക്കാനുള്ള ന്യൂസുകൾ. പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഒക്കെ ഞാൻ പറഞ്ഞു. പുതിയ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഡിസ്ട്രിക്ട്സിന്റെ പ്രസിഡന്റ് ആര്, അതുപോലെ ലക്ഷ്മി വിലാസ് ബാങ്കും ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസും ആയിട്ടുള്ള മെർജിങ്, ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇന്നത്തെ പത്രത്തിലുണ്ട്. പിന്നെ ഇന്നലത്തെ ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്നലത്തെ ന്യൂസ് പേപ്പറിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി പോളിസിയിൽ റേറ്റ് കട്ടിംഗ് നടത്തി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അത് ഞാൻ ഇന്നത്തെ വീക്ക്ലി റിവ്യൂവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതൊന്നുകൂടെ പറയുന്നു. പിന്നീട് മോണിറ്ററി പോളിസി വന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ ഇയറിലെ ഫസ്റ്റ് മോണിറ്ററി പോളിസി. ബൈമന്ത്ലിയാണ് മോണിറ്ററി പോളിസി, 2 മാസം കൂടുമ്പോഴാണ്. ആ മോണിറ്ററി പോളിസി ഉണ്ടാക്കുന്നത് മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ്, MPC. അത് 6 മെമ്പർ കമ്മിറ്റിയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ ചെയർമാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറാണ്. മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ 6 മെമ്പേഴ്സിൽ 3 പേര് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും 3 പേര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നുമാണ്. ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി ഇന്നലെ മോണിറ്ററി പോളിസി ഡിസിഷൻ എടുത്തപ്പോ റിപ്പോ റേറ്റ് 0.25% കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. റിപ്പോ റേറ്റ് 0.25% കട്ട് ചെയ്യുമ്പോൾ മുമ്പ് അത് 6.25% ആയിരുന്നത്, ഇപ്പൊ 6 ആയിട്ട് കുറഞ്ഞു. റിപ്പോ റേറ്റ് 6 ആയിട്ട് കുറയുമ്പോൾ റിവേഴ്സ് റിപ്പോ റേറ്റും ബാങ്ക് റേറ്റ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആവും. റിവേഴ്സ് റിപ്പോ റേറ്റ് 5.75% ആയിട്ട് കുറഞ്ഞു. അപ്പൊ പുതിയ റിവേഴ്സ് റിപ്പോ റേറ്റ് 5.75%, ബാങ്ക് റേറ്റ് 6.25% ആയിട്ട് കുറഞ്ഞു. അപ്പൊ ബാങ്ക് റേറ്റ് 6.25%, ബാങ്ക് റേറ്റ് നീക്കലായിരിക്കും എപ്പോഴും MSF, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. അപ്പൊ അതും 6.25%. ബാങ്ക് റേറ്റ് നീക്കലാണ് MSF, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. അതുകൊണ്ട് ബാങ്ക് റേറ്റ് 6.25% ആയതുകൊണ്ട് MSF 6.25% ആണ്. അപ്പൊ റിപ്പോ റേറ്റ് 6%, റിവേഴ്സ് റിപ്പോ റേറ്റ് 5.75%, ബാങ്ക് റേറ്റ് 6.25%, അതിന് ഈക്വൽ ആയിട്ട് MSF, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, അതും 6.25%. ഇതെല്ലാം ഞാൻ ഇന്നലെ വീഡിയോ പറഞ്ഞ പോലെ ഇതെല്ലാം എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മോണിറ്ററി പോളിസി എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മളുടെ യൂട്യൂബ് ചാനലിലുണ്ട്. ആ വീഡിയോ എടുത്ത് കണ്ടാൽ ഫുൾ ഒരു നീറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ചെറിയൊരു വീഡിയോ ആണ്, 15 മിനിറ്റ് താഴെ ഉള്ളൂ. അത് കണ്ട് മനസ്സിലാക്കാൻ ഈ പറഞ്ഞ ടൈംസ് എല്ലാം എന്താണെന്ന് മനസ്സിലാവും. അല്ലാതെ ഡിസ്കസ് ചെയ്യാനുള്ള ടൈമില്ല. അതുപോലെ ഈ വർഷത്തെ ഈ ഫിനാൻഷ്യൽ ഇയറിൽ, അതായത് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത 2019-20 ഫിനാൻഷ്യൽ ഇയറിന്റെ ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് RBI ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ട് 7.2% ആണ്. ഈ വർഷം GDP ഗ്രോത്ത് റേറ്റ് എത്ര ആയിരിക്കും എന്ന് മുൻകൂട്ടി പറയുന്നതാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫോർകാസ്റ്റിംഗ് ചെയ്തേക്കുന്നത് 7.2% ആണ്. ചിലപ്പോൾ ഏതെങ്കിലും എക്സാമിന് ചോദിക്കാം എത്രയാണ് ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് എത്ര ആയിരിക്കുമെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫോർകാസ്റ്റിംഗ് എന്ന്. 7.2%. ലോകത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ മാനുഫാക്ചർ ഐക്കിയാണ്. ഐക്കിയ വേൾഡിലെ ഏറ്റവും വലിയ ഫർണിച്ചർ മാനുഫാക്ചർ IKEA. അത് ഒരു സ്വീഡിഷ് കമ്പനിയാണ്, സ്വീഡിഷ് കമ്പനി. അത് കഴിയുമ്പോൾ സൂപ്പർ കപ്പ് സ്റ്റാർട്ട് ചെയ്തു. സൂപ്പർ കപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. സൂപ്പർ കപ്പ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ വിസ്താരയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. വിസ്താര എന്ന് പറയുന്നത് സിംഗപ്പൂർ എയർലൈൻസും ടാറ്റയും ചേർന്ന് തുടങ്ങിയ ഒരു എയർലൈൻ ആണ് വിസ്താര. സിംഗപ്പൂർ എയർലൈൻസും ടാറ്റയും ചേർന്ന് തുടങ്ങിയ എയർലൈൻസ് ആണ് വിസ്താര എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. പിന്നീട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇടയ്ക്ക് വെച്ച് ഈ April 1 തൊട്ട് MCLR മാത്രം പോരാ, MCLR ഇന്ത്യയിലെ ബാങ്കുകൾ അവരുടെ കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കുന്നത് ഉപയോഗിക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് ലെൻഡിംഗ് റേറ്റ് ആണ് MCLR. MCLRന്റെ എക്സ്പാൻഷൻ മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട് ബേസ്ഡ് ലെൻഡിംഗ് റേറ്റ് എന്നാണ്. MCLRന്റെ എക്സ്പാൻഷൻ മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട് ബേസ്ഡ് ലെൻഡിംഗ് റേറ്റ് എന്നാണ്. ഇന്ത്യയിലെ ബാങ്കുകൾ അവരുടെ കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കുന്ന ബെഞ്ച് മാർക്ക് ലെൻഡിംഗ് റേറ്റ് ആണ് MCLR എന്ന് പറയുന്നത്. പക്ഷെ MCLRന് പുറമെ സ്മോൾ ലോൺസിനേക്ക് സ്മോൾ ലോൺസ് ഒക്കെ കൊടുക്കുന്നതിന് അവർ കുറച്ചുകൂടെ ഉപകാരപ്രദമായ, കസ്റ്റമേഴ്സിന് കുറച്ചുകൂടെ യൂസ്ഫുൾ ആകുന്ന ഒരു എക്സ്റ്റേണൽ ബെഞ്ച് മാർക്കും കൂടെ ഉപയോഗിക്കണം എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ April 1 തൊട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞിരുന്നു. ആകപ്പാട് നമ്മളുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രമാണ് അങ്ങനെ ഒരു ബെഞ്ച് മാർക്കിലേക്ക് April 1 കൂടി മാറാൻ തയ്യാറായത്. അവർ റിപ്പോ റേറ്റും കൂടി ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട് ഒരു എക്സ്റ്റേണൽ ബെഞ്ച് മാർക്കായിട്ട് അവർ ഉപയോഗിക്കുന്ന MCLRന് പുറമെ.
1 ലക്ഷം രൂപ വരെയുള്ള ലോണുകൾക്കാണ് അവര് റിപ്പോ റേറ്റ് ഒരു ബെഞ്ച് മാർക്കായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ലോണുകൾക്കെല്ലാം MCLR തന്നെയാണ് അവരുടെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്നലത്തെ മോണിറ്ററി പോളിസിയിൽ എടുത്ത തീരുമാനം ആ എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് യൂസ് ചെയ്യുന്നത് ഒരു ഫർദർ ടോക്സ് കൂടെ നടത്തിയതിനു ശേഷം മതി. ലിങ്കിങ് സ്മോൾ ലോൺസ് ടു എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ആഫ്റ്റർ ഫർദർ ടോക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ April 1 തൊട്ട് സ്ട്രിക്ട്ലി ഇന്ത്യയിലെ ബാങ്കുകളിൽ അത് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് ഓൾറെഡി ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ മൈക്രോമാക്സിന്റെ കോ ഫൗണ്ടറിന്റെ ഫോട്ടോ ഉണ്ട്. മൈക്രോമാക്സിന്റെ കോ ഫൗണ്ടർ ആണ് രാഹുൽ ശർമ്മ. മൈക്രോമാക്സിന്റെ കോ ഫൗണ്ടർ രാഹുൽ ശർമ്മയാണ്. പിന്നീട് ഈ ഇടയ്ക്ക് ഗേ സെക്സ് വധശിക്ഷയ്ക്ക് കാരണമാകുന്ന കുറ്റമായിട്ട് മാറ്റിയ ഇസ്ലാമിക് കൺട്രിയാണ് ബ്രൂണൈ എന്ന് പറയുന്നത്. ബ്രൂണൈ അപ്പം LGBT കമ്മ്യൂണിറ്റി ഇപ്പൊ ആകെ ഫിയറിലാണ്. LGBT എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയാണ് LGBT കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി, LGBT കമ്മ്യൂണിറ്റി. അവർ സെയിം സെക്സ് റിലേഷൻഷിപ്പ് ഒക്കെ പുലർത്തുന്ന ആൾക്കാരാണ്. അപ്പൊ അവരൊക്കെ വധശിക്ഷയ്ക്ക് വിധേയമാക്കും ബ്രൂണൈയിൽ എന്നാണ് ബ്രൂണൈയുടെ പുതിയ തീരുമാനം. അങ്ങനെ അവിടുത്തെ ആൾക്കാരെല്ലാം അതിനെ ഭയങ്കരമായിട്ട് വിമർശിച്ചിരിക്കും. അവരാകെ ഫിയറിലൊക്കെയാണ്. അപ്പൊ അതാണ് മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത്. പിന്നീട് നിക്കോളാസ് മഡൂരോ വെനിസ്വേലയുടെ പ്രസിഡന്റാണ് നിക്കോളാസ് മഡൂരോ, MADURO, നിക്കോളാസ് മഡൂരോ. ഇബ്രാഹിം മുഹമ്മദ് സോലിഹ്, മാൽദീവ്സിന്റെ പ്രസിഡന്റ്. ഇബ്രാഹിം മുഹമ്മദ് സോലിഹ്, മാൽദീവ്സിന്റെ പ്രസിഡന്റ്. അതുപോലെ ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്തു UAEയുടെ ഏറ്റവും വലിയ സിവിലിയൻ ഓണർ, നമ്മളുടെ ഭാരതരത്നയ്ക്ക് ഇക്വലന്റ് ആയിട്ടുള്ള UAEയുടെ ഏറ്റവും വലിയ ഓണറാണ് സയ്യിദ്, ദ ഓർഡർ ഓഫ് സയ്യിദ് എന്നറിയപ്പെടുന്നത്. ദ ഓർഡർ ഓഫ് സയ്യിദ്, ZAYED, ഓർഡർ ഓഫ് സയ്യിദ്, UAEയുടെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ. അത് UAEയുടെ പ്രസിഡന്റായ ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാൻ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ കൊടുക്കാൻ തീരുമാനിച്ചു. UAEയുടെ പ്രസിഡന്റാണ് ഖലീഫ, KHALIFA, ഖലീഫ BIN സയ്യിദ്, ZAYED, സയ്യിദ് അൽ നഹ്യാൻ, അൽ നഹ്യാൻ, NAHYAN, ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാൻ. UAE പ്രസിഡന്റ് തീരുമാനിച്ചു ഈ അവാർഡ്, അവരുടെ ഏറ്റവും വലിയ ഹയസ്റ്റ് സിവിലിയൻ ഓണറായ സയ്യിദ്, ദ ഓർഡർ ഓഫ് സയ്യിദ് എന്ന് പറയുന്ന അവാർഡ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ കൊടുക്കാൻ. അത് മുമ്പ് കിട്ടിയിട്ടുള്ള ആൾക്കാർ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനയുടെ പ്രസിഡന്റ് സി ജിൻപിങ്, ബ്രിട്ടനിലെ ക്വീൻ എലിസബത്ത്, ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇന്ത്യയും UAEയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യുന്നതിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ കൊടുത്ത കോൺട്രിബ്യൂഷൻസിന് മുൻനിർത്തിയാണ് ഈ അവാർഡ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇന്ത്യയുടെ റിലേഷൻഷിപ്പ് UAEയുമായിട്ട് വളരെയധികം ഇംപ്രൂവ് ആയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പൊളിറ്റിക്കൽ ഡിഫറൻസസ് ഒക്കെ മാറ്റിവെച്ചാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റി. മുമ്പ് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന രാജ്യമാണ് UAE. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അവാർഡ്. കല്യാൺ സിംഗ് രാജസ്ഥാന്റെ ഗവർണറാണ്. കല്യാൺ സിംഗ്. AFSPA എന്ന് പറഞ്ഞാൽ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട്. AFSPA ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് ആണ് ഇന്ത്യയിലെ ഡിസ്റ്റർബ്ഡ് ഏരിയാസ്, ജമ്മു ആൻഡ് കാശ്മീരിലും മറ്റ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലൊക്കെ നിലനിൽക്കുന്ന ഒരു നിയമമാണ് AFSPA ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് എന്ന് പറയുന്നത്. പിന്നെ ഹിന്ദുവിലെ എഡിറ്റോറിയൽ, ശനിയാഴ്ചത്തെ ഫസ്റ്റ് എഡിറ്റോറിയൽ എസ്പെഷ്യലി ബാങ്ക് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരും സിവിൽ സർവീസിന്റെ കോച്ചിങ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വായിക്കണം. ഫസ്റ്റ് എഡിറ്റോറിയൽ നോ സർപ്രൈസസ് എന്നാണ്. നോ സർപ്രൈസസ് എന്ന് പറയുന്ന ഫസ്റ്റ് എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസിയെ കുറിച്ചാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസിയിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം എക്സ്പെക്ടഡ് ലൈനിൽ തന്നെ ആണ്. എല്ലാ അനലിസ്റ്റുകളും ഇങ്ങനെ ഒരു മോണിറ്ററി പോളിസി തന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്തത് എന്നുള്ളത്. എന്താണ് മോണിറ്ററി പോളിസിയിൽ സംഭവിച്ചതെന്ന് ഞാൻ വീണ്ടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. അത് തന്നെയാണ് നമ്മളുടെ എഡിറ്റോറിയലിന്റെ അകത്ത് കുറച്ചുകൂടെ അനലിറ്റിക്കലായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് വായിക്കാൻ ഈസി ആയിരിക്കും. കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലാക്കിക്കൊള്ളുക. പിന്നെ ഇന്ത്യയുടെ മിഷൻ ശക്തി എന്ന് പറയുന്ന അസാറ്റ് ആന്റി സാറ്റലൈറ്റ് ടെസ്റ്റിംഗ് പരീക്ഷണത്തിനെ കുറിച്ചാണ് രണ്ടാമത്തെ എഡിറ്റോറിയൽ. അതും താല്പര്യമുള്ളവർ വായിക്കുക. ഫസ്റ്റ് എഡിറ്റോറിയൽ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി ആണ്. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി. നരേന്ദ്രമോദിയെ കുറിച്ചുള്ള സിനിമ റിലീസാകുമ്പോഴാണ്. ആ സിനിമയുടെ പേര് PM നരേന്ദ്രമോദി എന്നാണ്. April 11 റിലീസാണ്. സെൻസർ ബോർഡിന്റെ ചെയർമാൻ പ്രസൂൺ ജോഷിയാണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ CBFC ആണ് ഈ സിനിമയ്ക്കൊക്കെ അനുമതി കൊടുക്കുന്നത്. CBFCയുടെ ചെയർമാൻ പ്രസൂൺ ജോഷി. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നമ്മൾ ചുരുക്കി പറയുന്നതാണ് സെൻസർ ബോർഡ്. ചെയർമാൻ പ്രസൂൺ ജോഷിയാണ്. മോഡിയെ കുറിച്ചുള്ള സിനിമയുടെ പേര് PM നരേന്ദ്രമോദി. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള കറണ്ട് അഫയേഴ്സ് ഈ 2 ദിവസ പത്രങ്ങളിൽ. അപ്പൊ ഇതുവരെയുള്ള പെൻഡിങ് ന്യൂസ് പേപ്പേഴ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു.